ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് എഫ് എക്സ്. ഈ എഫ് എക്സ് എന്താണ്? എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 64 മൈനസ് 3x ദ വോട്ട് റേസ് ടു 1/6 ദ ഹോൾ ഡിവൈഡഡ് ബൈ 5x പ്ലസ് 16 ദ വോട്ട് റേസ് ടു 1/4 മൈനസ് 2. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ്? എക്സ് 0 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നോക്കുക. എഫ് ഓഫ് 0 2 മൈനസ് 64 മൈനസ് 3 ഇൻറ്റു 0 എന്താ കിട്ടുക? 3 ഇൻറ്റു 0 0 തന്നെയല്ലേ? അപ്പോൾ ജസ്റ്റ് 64 മാത്രം. 64 റേസ് ടു 1/6 ഡിവൈഡർ ബൈ 5 ഇൻറ്റു 0 0 0 പ്ലസ് 16 ജസ്റ്റ് 16 മാത്രം. 16 റേസ് ടു 1/4 മൈനസ് 2. ഓക്കെ, സോ 64ന്റെ പ്രത്യേകത എന്താണ്? 2 4 8 ഇത് 2 റേസ് ടു 1 2 സ്ക്വയർ 2 ക്യൂബ് 2 റേസ് ടു 4 2 റേസ് ടു 5 2 റേസ് 6 8 into 2 16 16 into 2 32 32 into 2 64. ഓക്കെ, സോ 2 റേസ് ടു 6 ആണ് 64. 2 റേസ് ടു 6 ദ വോൾ റേസ് ടു 1/6 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 16 എന്താണ്? 2 റേസ് ടു 4 ആണ്. സോ 2 റേസ് ടു 4 ദ വോൾ റേസ് ടു 1/4 എന്ത് കിട്ടും? അഗെയിൻ 2 എന്ന് കിട്ടും. 2 മൈനസ് 2 അഥവാ 0 ഡിവൈഡഡ് ബൈ 0 ഫോർമാറ്റ്. നെക്സ്റ്റ് എന്താ ചെയ്യാൻ സാധിക്കുക? ലോപ്പിത്ത് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ? സിമ്പിളായിട്ട് ലോപ്പിത്ത് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. സോ ന്യൂമറേറ്റർ എന്താണ്? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്താണ് വരിക? സെയിം ക്വസ്റ്റ്യൻ തന്നെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് 0 ഫസ്റ്റ് വൺ 0. ഇനി 64 മൈനസ് 3x വോൾ റേസ് ടു 1/6 ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു 1/6 ഡെറിവേറ്റീവ് എന്താണ്? 1/6 ഇൻറ്റു എക്സ് റേസ് ടു 1/6 മൈനസ് 1 അഥവാ 1/6 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 5/6. എന്നാൽ ഇവിടെ എക്സ് അല്ലല്ലോ വന്നിരിക്കുന്നത്, 64 മൈനസ് 3x ആണ്. അപ്പോൾ എന്താണ് ചെയ്യുക? 64 മൈനസ് 3x അങ്ങനെ വരുന്ന സമയത്തും ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ഇൻറ്റു 64 മൈനസ് 3xന്റെ ഡെറിവേറ്റീവ് ചെയ്യണം. സോ നോക്കുക, ഇവിടെ നമുക്ക് എന്താ ചെയ്യുക? 64 മൈനസ് 3x വോൾ റേസ് ടു 1/6 ഡെറിവേറ്റീവ് ഇവിടെ ചെയ്തതുപോലെ തന്നെ 1/6 ഇൻറ്റു എക്സിന് പോലെ എന്ത് എഴുതണം? 64 മൈനസ് 3x ദ വോൾ റേസ് ടു മൈനസ് 5/6 ഇൻറ്റു 64 മൈനസ് 3x ഡെറിവേറ്റീവ്. 64 ഡെറിവേറ്റീവ് 0 മൈനസ് 3x ഡെറിവേറ്റീവ് മൈനസ് 3 ദ വോൾ ഡിവൈഡർ ബൈ ഇനി ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സിമിലർലി ചെയ്ത് കഴിഞ്ഞാൽ 1/4 ഇൻറ്റു 5x പ്ലസ് 16 ദ വോൾ റേസ് ടു 1/4 മൈനസ് 1 എന്ത് കിട്ടും? മൈനസ് 3/4 ഇൻറ്റു 5x പ്ലസ് 16 ഡെറിവേറ്റീവ് എന്താണ്? 5 അല്ലേ? മൈനസ് 0. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ നെഗറ്റീവ് സൈൻ പോകുന്നു. 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. സോ 1/2 ആണ് താഴെ വരുന്നത്. സോ ഇവിടെ 1/2 64 മൈനസ് 3x റേസ് ടു മൈനസ് 5/6 ദ ഹോൾ ഡിവൈഡർ ബൈ ഇവിടെ എന്താ വരുന്നത്? 5/4 അല്ലേ? 5/4 ഇൻറ്റു 5x പ്ലസ് 16 ദ ഹോൾ റേസ് ടു മൈനസ് 3/4. ഓക്കെ, ഇനി ജസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 64 മൈനസ് 3 ഇൻറ്റു 0 അപ്പോൾ 64 റേസ് ടു മൈനസ് 5/6 ഡിനോമിനേറ്ററിലോ 5 ഇൻറ്റു 0 പ്ലസ് 16 റേസ് ടു മൈനസ് 3/4. അപ്പോൾ അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല. ഫംഗ്ഷൻ അവിടെ കുഴപ്പമൊന്നുമില്ല, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. സോ എന്ത് ചെയ്യാം? ജസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് ന്യൂമറേറ്ററിലെ വാല്യൂ എന്താണ് വരിക? 1/2 ഇൻറ്റു 64 മൈനസ് 3x എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 0 64 റേസ് ടു മൈനസ് 5/6. 64 റേസ് ടു 1/6 ആദ്യം ചെയ്യുക. 64 റേസ് ടു 1/6 എന്താണ്? 64 എന്നുള്ളത് 2 റേസ് ടു 6 ആണ്. സോ 2 റേസ് ടു 6 റേസ് ടു 1/6 ദ വോൾ റേസ് ടു മൈനസ് 5 അങ്ങനെയാണ് കരുതിയാൽ മതി. സോ ഉള്ളിലുള്ള ടൈം എന്ത് വരും? 2 വരും. 2 റേസ് ടു മൈനസ് 5. സോ 2 റേസ് ടു മൈനസ് 5. ഓക്കെ, 2 റേസ് ടു മൈനസ് 5 ഡിവൈഡർ ബൈ 5 ഡിവൈഡർ ബൈ 5/4 ഇൻറ്റു സിമിലർലി ചെയ്ത് കഴിഞ്ഞാൽ 0 16 എന്നുള്ളത് എന്താണ്?
2 raised to 4 ആണ്. 2 raised to 4 the whole raised to 1 by 4 the whole raised to minus 3 അഥവാ 2 raised to minus 3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ഓൾറെഡി 2 raised to minus 4 എന്നുള്ളത് എങ്ങനെ എഴുതാം? 2 raised to minus 4ന് ഈ ഒരു ടൈമിനെ നമുക്ക് 1 by 2 into 1 by 2 raised to 5 divided by 5 divided by 2 square into 1 by 2 raised to 3 ആണ് കേട്ടോ. സോ 2 square 2 raised to 3, ഇവിടെയും 2 raised to 5 ആവും, ന്യൂമറേറ്റർ 2 raised to 5. സോ ഫൈനൽ ആൻസർ എന്നുള്ളത് എന്ത് വരും? 1 by 2 divided by 5 അഥവാ 1 by ഓപ്ഷൻ ഡി. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് സ്ക്വയർ. ഇത് എഴുതിയിരിക്കുന്നത് കോസ് എക്സ് സ്ക്വയർ ആണ്, നോട്ട് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ല കേട്ടോ, ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക കോസ് സ്ക്വയർ എക്സ് എന്നാണല്ലോ. ദിസ് ഈസ് ഡിഫറെൻറ്റ്. സോ എക്സ് 0 ആയി കഴിഞ്ഞാൽ 1 മൈനസ് കോസ് ഓഫ് 0 സ്ക്വയർ ആകും ന്യൂമറേറ്റർ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ഓഫ് 0 സ്ക്വയർ അഥവാ കോസ് 0ന്റെ വാല്യൂ എത്രയാണ്? കോസ് 0ന്റെ വാല്യൂ കോസ് 0ന്റെ എല്ലാ വാല്യൂ കോസ് 0 സൈൻ 0 കോസ് പൈ സൈൻ പൈ ഇതെല്ലാം അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയണമെന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം പറയാം. കോസിൻ്റെ എങ്കിലും ഓക്കെ, സർക്കിൾ വേണ്ട, സർക്കിൾ കറക്റ്റ് ആയില്ല. സോ ഇവിടെ ഞാൻ ഒറിജിൻ മാർക്ക് ചെയ്യുകയാണ്. ദിസ് ഇസ് ദ ഒറിജിൻ. ഇവിടുന്ന് 1 യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക്, 1 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 1 യൂണിറ്റ് എടുക്കുകയാണ്. ദിസ് മൈനസ് 1 മുകളിലേക്ക് 1 യൂണിറ്റ്, താഴേക്കും 1 യൂണിറ്റ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഈ എത്ര ഡിഗ്രി ഉണ്ടാവും? ഈ എക്സ് ആക്സിസ് റൈറ്റ് സൈഡിൽ നിന്ന് എത്ര ഡിഗ്രി വന്നിട്ടുണ്ട്? ആക്ച്വലി 0 ഡിഗ്രി അല്ലേ, 0 ഡിഗ്രി. ഇത് ഞാനിങ്ങനെ ഇങ്ങോട്ട് വളച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണത്? ഇവിടെ വരെ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ 90 ഡിഗ്രി ഓർ π/2 റേഡിയനിലാണെങ്കിൽ π/2. സിമിലർലി ഇവിടെ ആണെങ്കിൽ അത് 180 ഡിഗ്രി അതല്ലെങ്കിൽ π. ഇവിടെയാണെങ്കിൽ 270 ഡിഗ്രി ഓർ 3/2. ഓക്കെ, 3/2. അതിലേക്ക് തിരിച്ചും പറയാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് -π/2 എന്നാവും. ഓക്കെ, ഇങ്ങനെയും പറയാറുണ്ട്. ഓർ 3/2. സോ 3/2 വെച്ചിട്ട് എന്തുക? സോ ഇവിടെയെല്ലാം കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ എങ്ങനെ പറയാൻ പറ്റുക? കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ വളരെ സിമ്പിളാണ് ആക്ച്വലി. ഈ ഒരു പോയിന്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? 1,0 എന്നല്ലേ. സോ കോസ് 0ന്റെ വാല്യൂ 1, സൈൻ 0ന്റെ വാല്യൂ 0. ഈ ഒരു പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? 0,1 എന്നാണ്. കോസ് 90 ഡിഗ്രിയുടെ വാല്യൂ 0, സൈന് 90 ഡിഗ്രിയുടെ വാല്യൂ 1. ഇവിടെ ഇത് പൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ 180 ഡിഗ്രി വെച്ചിട്ട് പറയാം. ഇവിടെ ഈ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? -1,0 എന്നുള്ള പോയിന്റിൽ ഇത്. ഓക്കെ, സോ കോസ് 180 ഡിഗ്രി -1, കോസ് 180 ഡിഗ്രി സൈന് 180 ഡിഗ്രി 0. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് കോസിൻ്റെ ഈ വാല്യൂസ്, ഇവിടെയുള്ള വാല്യൂസ്, സൈൻ്റെ വാല്യൂസ് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ 0/0 ഫോർമാറ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ലോപ്പിസ് റൂൾ അപ്ലൈ ചെയ്യാമോ? ലോപ്പിസ് റൂൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും അവസാനം വീണ്ടും സെയിം പ്രശ്നങ്ങളിലേക്ക് തന്നെ വരുന്നത്. ഈ ഡിനോമിനേറ്ററിലെ 1 മൈനസ് കോസിൻ്റെ ഒരു ടൈം വരും. അപ്പോൾ എക്സ്റ്റെൻസ് ടു 0 കൊടുക്കുന്ന സമയത്ത് എന്തായി പോകും? അത് വീണ്ടും ഡിനോമിനേറ്ററിൽ 0 വരുന്ന കേസായി പോകും. നമ്മളത് പ്രശ്നമാണ്. സോ അതുകൊണ്ട് ലോപ്പിസ് റൂൾ വെച്ചിട്ട് ചെയ്യാൻ എപ്പോഴും നമുക്ക് ലോപ്പിസ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് 0/0 ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ലോപ്പിസ് റൂൾ വേണമെങ്കിൽ ചെയ്യാം. അതായത് ലോപ്പിസ് റൂൾ വെച്ചിട്ട് എപ്പോഴും കിട്ടും, എളുപ്പത്തിൽ കിട്ടും എന്നതല്ല അർത്ഥം. ചില ക്വസ്റ്റ്യൻസ് നല്ലപോലെ ബുദ്ധിമുട്ടാണ് ലോപ്പിസ് റൂൾ ചെയ്യാനായിട്ട്. സോ ഇവിടെ ടെക്നോമെട്രിയുടെ ആ ഒരു റിസൾട്ടുകൾ ഉപയോഗിക്കുക തന്നെ വഴിയുള്ളൂ. ഓക്കെ, ടെക്നോമെട്രിയുടെ എന്ത് റിസൾട്ടാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുക? കോസ് സ്ക്വയർ, കോസും സൈനും തമ്മിൽ, അതായത് ഈ 1 മൈനസ് എന്നുള്ളത് കളയണം. 1 മൈനസ് എന്നുള്ളത് കളയണം, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കോസും സൈനെയും കണക്ട് ചെയ്യുന്ന തരത്തിൽ കോസ് ജസ്റ്റ് റിസൾട്ട് ചെയ്താൽ കോസ് 2 തീറ്റ, കോസ് 2 തീറ്റയ്ക്ക് പല ഫോർമുലാസ് ഉണ്ട്. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ/2. ഓക്കെ, സോ ഇവിടെ കോസ്
2 ടൈംസ് സം വാല്യൂ എന്നല്ല, ജസ്റ്റ് എക്സ് സ്ക്വയർ എന്ന എക്സ് എന്ന് മാത്രമാണ്. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് എഫ് ഓഫ് എക്സ് ആണെന്ന് എഴുതുക, ദിസ് വാല്യൂ, ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഇടുന്നത് അതിനുള്ളിലായിട്ട് 1 മൈനസ് കോസ് എക്സ് സ്ക്വയറിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ ഓക്കെ, സോ അത് എഴുതുന്നില്ല അല്ലേ, അങ്ങനെയാണ് എഴുതണ്ടേ. കോസ് തീറ്റയുടെ വാല്യൂ അല്ലേ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത്. 1 മൈനസ് കോസ് തീറ്റ അപ്പോൾ എന്താവും, 1 മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, സോ ഇവിടെ എങ്ങനെ എഴുതാം അപ്പോൾ, 2 സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എക്സ് സ്ക്വയർ ബൈ 2 ഡിവൈഡർ ബൈ 1 മൈനസ് കോസ് എക്സിന് പകരമായിട്ട് എങ്ങനെ എഴുതാം, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പേ ആയുള്ളൂ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമുള്ളത്, ഇത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡ് 2. ഇനി സൈൻ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഉണ്ട്, സോ സൈൻ എക്സ് സ്ക്വയർ ബൈ 2 ഡിവൈഡർ ബൈ സൈൻ സ്ക്വയർ, അല്ല ഇവിടെ സൈൻ സ്ക്വയർ തന്നെ വരും, സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇപ്പോൾ എന്തെങ്കിലും എളുപ്പം വന്നിട്ടുണ്ടോ, എളുപ്പത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഇനി മറ്റൊരു പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇഫ് തീറ്റ ടെൻഡ്സ് ടു 0, തീറ്റയുടെ വാല്യൂ 0 എടുക്കും തോറും സൈൻ തീറ്റയുടെ വാല്യൂ തീറ്റയാകും. ഓക്കെ, തീറ്റയുടെ വാല്യൂ 0 എടുക്കത്തോടും സൈൻ തീറ്റയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി തീറ്റയാകും. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി നമുക്ക് കട്ട് ചെയ്യാം, സ്ക്വയർ റൂട്ട് ഓഫ് 2 ആവും, സ്ക്വയർ റൂട്ട് ഓഫ് 2 സൈൻ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2ക്ക് പകരം എന്ത് എഴുതാം, എക്സ് സ്ക്വയർ ബൈ 2 ഡിവൈഡർ ബൈ സൈൻ ഓഫ് എക്സ് ബൈ 2ന് പകരം എക്സ് ബൈ 2, പക്ഷെ അതിൻ്റെ 2 പ്രാവശ്യം അങ്ങനെയുണ്ട്, സോ എക്സ് ബൈ 2 സ്ക്വയർ, സോ 2 സ്ക്വയർ 2 സ്ക്വയർ. ഓക്കെ, അങ്ങനെയല്ലോ എഴുതാനായിട്ട്. ഇവിടെ സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ഇല്ലേ, സൈൻ എക്സ് ബൈ 2ന് പകരം എക്സ് ബൈ 2 എഴുതാം, സോ എക്സ് ബൈ 2 ഇൻറ്റു എക്സ് ബൈ 2 അഥവാ എക്സ് സ്ക്വയർ ഡിവൈഡർ ബൈ 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇവിടെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 2ഉം കട്ട് ചെയ്തു, ദിസ് ഈസ് ഈക്വൽ ടു, ഇഫ് എക്സ് 0 അല്ല എന്നുണ്ടെങ്കിൽ എക്സ് ടെൻസ് ടു 0 മാത്രമേ പറയുന്നുള്ളൂ, സോ ദിസ് വാല്യൂ കട്ട് ചെയ്യാം, ഈ 2 ഒരു 2 മുകളിലേക്ക് പോകും, 2 ഡിവൈഡർ ബൈ റൂട്ട് 2 വിച്ച് ഈസ് ഈക്വൽ ടു. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 4. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അത്യാവശ്യം നല്ല വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 1 മിനിറ്റിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഡെപ്ത് കുറച്ചും കൂടി നല്ലതുപോലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ പോലെ തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു റിസൾട്ട് ഞാനൊന്ന് എഴുതുകയാണ്, റിസൾട്ട് ക്ലാസ്സിലില്ലാന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ്, ഈ റിസൾട്ടിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു യു മൈനസ് 1 ഡിവൈഡർ ബൈ യു ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നോക്കുക. ഈ എക്സിന് 0 വരുന്ന സമയത്ത് ഇ റേസ് ടു 0 എന്താണ്, ഇ റേസ് ടു 0 1 ആണ്, 1 മൈനസ് 1 എന്താണ് 0, 0 ഡിവൈഡ് ബൈ 0 ലോപിത്ത് റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു യു മൈനസ് 1 ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു തന്നെ, മൈനസ് 0 ഡിവൈഡർ ബൈ 1. ഓക്കെ, ദിസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു യു. സോ ഇ റേസ് ടു എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി, ഇ റേസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, സോ ഈ ഒരു റിസൾട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് എപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇ റേസ് ടു സം പവർ ടാൻ എക്സ് പോലുള്ളൊരു വാല്യൂ ആണ്, ഇവിടെയാണെങ്കിൽ ടാൻ എക്സ് മൈനസ് എക്സും ഉണ്ട്. സോ ഇത് നമുക്ക് യു ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തിനെ മാറ്റണം, ഇ റേസ് ടു ടാൻ എക്സിലെ ആ ഒരു ടേംസിനെ മാറ്റണം. എങ്ങനെ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ട്, ഇ റേസ് ടു ടാൻ എക്സിന് എങ്ങനെയാണ് ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് ആക്കാൻ പറ്റുക, ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് ആകും. ഇ റേസ് ടു മൈനസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്താണ് സംഭവിക്കുക, ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് ആവും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ ഈ റാഷണലൈസേഷന് വേണ്ടി എന്താ ചെയ്യുക, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതേപോലെ 1 വെച്ച് 1 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണോ.
ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സ് വെച്ചിട്ടും ഇ റേസ് ടു മൈനസ് എക്സ് വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇ റേസ് ടു എക്സ് വെച്ച് ന്യൂമറേറ്ററിൽ തന്നെ, ഡിനോമിനേറ്ററിലേക്ക് പോകുന്നില്ല, ന്യൂമറേറ്ററിൽ തന്നെ ഇ റേസ് ടു എക്സ് വെച്ചിട്ടും ഇ റേസ് ടു മൈനസ് എക്സ് വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇ റേസ് ടു മൈനസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇ റേസ് ടു എക്സ് വെളിയിലുണ്ട്, ഇനി ഇ റേസ് ടു മൈനസ് എക്സ് വെച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്യാനല്ലോ. ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് എന്നാവും അല്ലേ. ഒരു ഇ റേസ് ടു മൈനസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയാവുന്നത്. മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ത് വരും? 1 വരും. ഓക്കെ, അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതല്ലാതെയുള്ള ഇ റേസ് ടു എക്സ് 2 ടൈംസാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇ റേസ് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിർത്തി. ഇ റേസ് ടു മൈനസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് ഉള്ളിലേക്ക് കയറ്റി, ഡിവൈഡർ ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഇപ്പോൾ ഇത് എന്ത് കിട്ടി? ടാൻ എക്സ് മൈനസ് എക്സ് എന്നായി. ഇഫ് എക്സ് ടെൻസ് ടു 0, വാട്ട് ഹാപ്പൻസ് ടു ടാൻ എക്സ് മൈനസ് എക്സ്? ടാൻ 0ന്റെ വാല്യൂ എന്താണ്? ടാൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡർ ബൈ കോസ് എക്സ്. നമ്മൾ പറഞ്ഞു കോസ് 0 1 ആണ്, സൈൻ 0 എന്താണ്? 0 ആണ്. സോ ടാൻ 0 is equal to 0. Okay. If x tends to 0, implies tan x minus x tends to 0 minus 0 അഥവാ 0. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദിസ് is equal to ലിമിറ്റ് tan x minus x tends to 0. ഇനി ഇ റേസ് ടു എക്സ് എന്നുള്ളത് വെളിയിലുണ്ട്. ഇ റേസ് ടു എക്സിന് നമുക്കിത് ആദ്യം തന്നെ വേറൊരു കാര്യം ചെയ്യണമായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് മാറ്റുകയാണ്. 2 ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റിന്റെ ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ടല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡർ ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ പ്രൂഫ് ആയിരുന്നത് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 0 എന്താണ്? 1 ഇൻറ്റു, ഇനി ജസ്റ്റ് ഈ ഒരു ലിമിറ്റ് മാത്രം കണ്ടാൽ മതി. ഈ ലിമിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇഫ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് മൈനസ് എക്സ് ടെൻസ് ടു 0. സോ ടാൻ എക്സ് മൈനസ് ടെൻസ് ടു വരെ നമുക്ക് യു എന്ന് എഴുതാം. സോ ലിമിറ്റ് u tends to 0 e raised to u minus 1 divided by u which is equal to, this value will be 1. Okay, so 1. Option A, right answer. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2-3 ക്വസ്റ്റ്യൻ ചെയ്തൊരു എഫക്ട് കിട്ടുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ട്രിഗണോമെട്രിയിലെ ചില പ്രോപ്പർട്ടീസും നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. സോ ഇഫ് എക്സ് ടെൻസ് ടു 0, എന്താണ് സംഭവിക്കുക? എക്സ് 0 ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് എഫ് ഓഫ് എക്സ് ആണെന്ന് എഴുതുക. സൈൻ ഓഫ് പൈ ഓഫ് കോസ് സ്ക്വയർ 0 എന്ത് കിട്ടും? ആക്ച്വലി എന്താണ് സംഭവം? കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന സമയത്ത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, അപ്പോൾ കോസ് 0യുടെ വാല്യൂ എന്താണ്? കോസ് 0 ഈസ് ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ ഒരു ഇത്തരത്തിൽ ഇത് 1 ഇത് -1 അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കോസ് 0യുടെ വാല്യൂ 0,1 എന്നല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 1 സ്ക്വയർ കോസ് സ്ക്വയർ 0 എന്ന് പറയുന്ന സമയത്ത് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി സൈൻ ഓഫ്, അപ്പോൾ എന്ത് പറ്റും? സൈൻ ഓഫ് പൈ ഇൻറ്റു 1 അല്ലേ. സൈൻ പൈയുടെ വാല്യൂ എന്താണ്? -1,0 എന്നല്ലേ. സോ സൈൻ പൈ ഈസ് ആക്ച്വലി 0. സോ 0 ഡിവൈഡർ ബൈ ഡിനോമിനേറ്ററിൽ എന്തായാലും 0/0 ഫോർമാറ്റ് ആണ്. എന്ത് ചെയ്യാം? ലോപിത്തർ റൂൾ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ലോപിത്തർ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണം. എങ്ങനെയായിരിക്കും ലോപിത്തർ റൂൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ ലോപിത്തർ റൂൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ള ടൈം ഉണ്ട്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ ഡെറിവേറ്റീവ് കാണും. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. ഓക്കെ, 2x ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഡെറിവേറ്റീവ് ലോപിത്തർ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ്. ഓക്കെ, കോസ് ഓഫ് പൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു പൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ പൈ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. പൈ ഇൻറ്റു ഇനി കോസ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ്
കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ആക്ച്വലി വൈ സ്ക്വയർ പോലെയാണ്. സോ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്തായിരിക്കും 2y ആണ്. സോ അതുപോലെ തന്നെ കോസ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2 ടൈംസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2x. ഇനി എക്സ് ടെൻസ് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് എവിടെയുണ്ടോ 0 ആവും, ന്യൂമറേറ്റർ കംപ്ലീറ്റ് 0 ആവും, ഡിനോമിനേറ്റർ 0 ആവും. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, 0/0 ഫോർമാറ്റ് കിട്ടി. എന്ത് ചെയ്യാം, വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ആയിരിക്കും ഇത് സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. സോ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? ദിസ് ഈസ് ഈക്വൽ ടു കുറച്ചുകൂടി ഒന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് കിട്ടണമെന്നില്ല, നമ്മളിങ്ങനെയാണ് പഠിക്കുക, എക്സ്പീരിയൻസ് ആവുന്ന ഇങ്ങനെയാണ്. സോ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്തെങ്കിലും എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 2 കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ സൈൻ 2x എന്ന് എഴുതാം, മൈനസ് ഓഫ് സൈൻ 2x എന്ന് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? സൈൻ 2x എന്ന് എഴുതുന്ന സമയത്ത് സൈൻ 2x ഡിവൈഡഡ് ബൈ 2x അതൊരുമിച്ച് എഴുതിക്കൂടെ? അതൊരുമിച്ച് എഴുതാമല്ലോ അല്ലേ, അതൊരുമിച്ച് എഴുതായിരുന്നല്ലേ. അതങ്ങനെ ചെയ്യുന്നതല്ല, വെട്ടിക്കളേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇവിടെ 2x ആണ്, 2 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, 2. സോ ഞാൻ ജസ്റ്റ് പൈ എന്ന് വെളിയിലേക്ക് എടുക്കുകയാണ്. പൈ ഇൻറ്റു കോസ് പൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 2 കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, അതായത് 2 സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x. അപ്പോൾ എന്ത് ചെയ്യുന്നു, 2 കോസ് എക്സ് സൈൻ എക്സ്, അതിന് പകരമായിട്ട് സൈൻ 2x എഴുതുന്നു. പിന്നെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, നമുക്ക് ഇവിടെ എഴുതാം, ഡിവൈഡഡ് ബൈ 2x. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം എന്ത് ചെയ്താം, സൈൻ 2x സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? കാരണം ലിമിറ്റ് ബേസിക്കായിട്ടുള്ള ലിമിറ്റാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. ബാലൻസ് വരുന്നത് എന്താണ്, ഈ ഒരു ടൈമാണ്, മൈനസ് പൈ കോസ് ഓഫ് പൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, എക്സ് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, സെപ്പറേറ്റ് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് പൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ഡിവൈഡഡ് ബൈ 2x. ഇവിടെ ഞാൻ 2 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സ് ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ 2x ടെൻസ് ടു 0, ദിസ് വാല്യൂ ബി ഈക്വൽ ടു 1. ഇനി ദിസ് വാല്യൂ ദിസ് ഈക്വൽ ടു മൈനസ് പൈ ഇൻറ്റു കോസ് ഓഫ് പൈ ഓഫ് കോസ് സ്ക്വയർ എക്സ്. കോസ് 0 എന്താണ് വരിക, കോസ് 0 ഇസ് 1, സോ 1 സ്ക്വയർ. അപ്പോൾ കോസ് ഓഫ് പൈ അല്ലേ, ഈ വാല്യൂ 1 ആയി മാറും. കോസ് 0ൻ്റെ സ്ക്വയർ, കോസ് 0 എന്നുള്ളത് 1 ആണ്, സോ 1 സ്ക്വയർ ഇൻറ്റു പൈ കോസ് പൈ എന്താണ്, -1, സോ -1 ഇൻറ്റു -1. ഓക്കെ, ഇൻറ്റു ഈ ഒരു 1 ദിസ് ഈക്വൽ ടു പൈ. ഓക്കെ, ഞാൻ ആദ്യം എടുത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി, ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി, അതിനുശേഷം ചെറിയ മാറ്റങ്ങൾ വരുത്തി ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴും അവിടെ ആൻസർ കിട്ടുന്നുണ്ട്. സോ ആകെ ഈ ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രം, വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെയുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസറിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. സോ ആൻസർ ഈസ് പൈ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു π/2 sec തീറ്റ മൈനസ് ടാൻ തീറ്റ. വാട്ട് ഈസ് sec തീറ്റ ആക്ച്വലി? എന്താണ് sec തീറ്റ? sec തീറ്റ എന്നുള്ളത് എന്താണ്, 1/cos തീറ്റ അല്ലേ, 1/cos തീറ്റയാണ് നമുക്ക് sec തീറ്റ എന്ന് പറയാൻ പറ്റുക. ആൻഡ് ടാൻ തീറ്റ ഈസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു π/2 1/cos തീറ്റ മൈനസ് ടാൻ തീറ്റയ്ക്ക് പകരമായിട്ട് എന്ത് എഴുതാം, സൈൻ തീറ്റ എന്ന് എഴുതല്ലേ, സൈൻ തീറ്റ എഴുതിക്കൂടെ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുക, കോസ് π/2 എന്താണ്, കോസ് π/2 ഇവിടെയാണ് π/2, ദിസ് പോയിന്റ് ഈസ് ആക്ച്വലി 0,1. സോ കോസ് 0 എന്നുള്ളത് എന്താണ്, സോറി കോസ് π/2 എന്താണ്, 0 ആണ്. കോസ് π/2 ഈസ് ആക്ച്വലി 0. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇത് തന്നെ നമുക്ക് ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു π/2 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതി കൂടെ.
ഓക്കെ, ഇനി പൈ ബൈ ടു എടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ ബൈ ടു എന്ത് കിട്ടും? 1 കിട്ടും. 1 മൈനസ് 1. കോസ് പൈ ബൈ ടു 0. 0/0 ഫോർമാറ്റായി. ഇനി ലോപ്പിത്തൽ റൂൾ അപ്ലൈ ചെയ്തൂടെ? അപ്ലൈ ചെയ്യാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ ടു. ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ. സോ 0 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ. ഓക്കെ, പോസിറ്റീവായി മാറി, കട്ട് ചെയ്ത് പോയി. പൈ ബൈ ടു, കോസ് പൈ ബൈ ടു ആക്ച്വലി 0. 0/1 which is equal to 1. Sorry, 0. Option A is the right answer. സോ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത്തരത്തിൽ റേസ് ടു എക്സ് എന്ന് വരുന്ന സമയത്ത്, റേസ് ടു എക്സ് അല്ലെങ്കിൽ റേസ് ടു 1/x പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയുണ്ട്. ഏതൊക്കെയാണ്? ചില ഫോർമുലാസ് ഉണ്ടല്ലോ, നമ്മൾ പെർട്ടിക്കുലർ കേസസ് ആയിട്ട് പഠിച്ച ഫോർമുലാസ് ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി വരുന്ന സമയത്താണെങ്കിലും, എക്സ്റ്റെൻസ് ടു 0 വരുന്ന സമയത്തും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലാംഡ ബൈ എക്സ് റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ. ഓക്കെ, ഒരു ഫോർമുലയാണ്. സോ ഇതല്ലാതെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിരുന്നു ഇത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/x റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ, അഥവാ ഇ റേസ് ടു 1. ഓക്കെ, നമുക്ക് ഈ മുകളിലുള്ളതാണ് വേണ്ടത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ദ ഹോൾ റേസ് ടു എക്സ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ റേസ് ടു എക്സിനെ എങ്ങോട്ടേക്ക് മാറ്റാം? നമ്മളുടെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എങ്ങനെ ശ്രമിക്കാം? നമുക്ക് ചെയ്യാൻ പറ്റുക, മുകളിലും താഴെയും ഡിവൈഡർ ബൈ എക്സ് ചെയ്യുന്നു, ഇവിടെയും ഡിവൈഡ് ബൈ എക്സ് ചെയ്യുന്നു. മുകളിലും താഴെയും, മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മുകളിലും താഴെയും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വരുമോ ഈ ഒരു ഫംഗ്ഷന്? എക്സ് മൈനസ് 3 ഡിവൈഡർ ബൈ എക്സ് പ്ലസ് 2, മുകളിൽ ഞാൻ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മുകളിൽ ഞാൻ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, താഴെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ മാറ്റം വരും? ഒരു മാറ്റം വരില്ല. ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഒരുപോലെ ചെയ്യണം, ഒരു സ്ഥലത്ത് മൾട്ടിപ്ലൈയും ഒരു സ്ഥലത്ത് ഡിവൈഡും അങ്ങനെ ചെയ്യരുത്. ഞാനിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 മൈനസ് 3/x ഡിവൈഡർ ബൈ 1 പ്ലസ് 2/x. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളൊരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റുവാനായിട്ട് സാധിച്ചു. പക്ഷേ എന്താണ്, ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും വരും അത്തരത്തിലുള്ള ഫോർമാറ്റിലുള്ളതല്ലേ. സോ ജസ്റ്റ് ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യനിൽ നിന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ മാറ്റം വരുത്താം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ന്യൂമറേറ്ററിനെ. സോ 1 മൈനസ് 3/x 1 മൈനസ് 3/x ദ ഹോൾ റേസ് ടു എക്സ് ഡിവൈഡർ ബൈ 1 പ്ലസ് 2/x ദ ഹോൾ റേസ് ടു എക്സ്. അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. ഓക്കെ, നൗ വി ആർ സ്പ്ലിറ്റിംഗ് ദം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 3/x റേസ് ടു എക്സ് ഡിവൈഡർ ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 2/x റേസ് ടു എക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ന്യൂമറേറ്ററിൽ എന്താ വരിക? ഈ ഒരു വാല്യൂ എന്തായിരിക്കും? മൈനസ്, നമ്മളുടെ ഒരു ഫോർമാറ്റ് എന്താണ്? 1 പ്ലസ് ലാംഡ ബൈ എക്സ് എന്നാണ്. സോ ദാറ്റ്സ് ആക്ച്വലി 1 പ്ലസ് മൈനസ് 3/x. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ലാംഡ. സോ ഇ റേസ് ടു മൈനസ് 3 ഡിവൈഡർ ബൈ ഇവിടെ 1 പ്ലസ് 2/x എന്ന ഫോർമാറ്റിലാണ്. സോ ഇ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു, എങ്ങനെ ചെയ്യാം? ഇ റേസ് ടു മൈനസ് 3 എങ്ങനെ കൊണ്ടുവരാം? ഇ റേസ് ടു മൈനസ് 3 ഡിവൈഡ് ബൈ ഇ സ്ക്വയറിനെ ഇ റേസ് ടു എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് 5 എന്ന് ലഭിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ 1 ബൈ ഇ റേസ് ടു 5 എന്ന് ലഭിക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 3 raised to x by 2 minus 3 divided by 3 raised to x minus 9. ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2. ഇവിടെ നമുക്ക് ലോപ്പിത്തൽ റൂൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ 3 raised to എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കാണേണ്ടി വരും. അങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചൊരു ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച പോലെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 3 raised to x by 2 minus 3. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 9 raised to 1 by 2 എന്ന് എഴുതണോ?
9^1 എന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം അല്ലേ, 3 എന്ന് എഴുതാം, ഡിവൈഡർ ബൈ 3^x മൈനസ് ഇത് 3² എന്ന് എഴുതണം, 3² എന്ന് എഴുതാം. ഓക്കെ, 3². സോ 3^x മൈനസ് 3², ഇവിടെ 3^x/2 മൈനസ് 3. എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടോ? a പ്ലസ് ബി, a മൈനസ് ബി ഈക്വൽ ടു a² മൈനസ് b². ഓക്കെ, സോ ഇവിടെ ഒരു 3^x ഉണ്ട്, ഇവിടെ 3² ഉണ്ട്, പക്ഷെ ഇവിടെ സ്ക്വയർ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് 3^x/2² എന്ന് എഴുതി കൂടെ? ഓക്കെ, അപ്പോൾ അത് 3^x തന്നെ അല്ലേ, 3^x/2² എന്ന് എഴുതാമല്ലോ. എന്തിനത് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. അഗെയിൻ ദിസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 3^x/2 മൈനസ് 3 ഡിവൈഡർ ബൈ എങ്ങനെ എഴുതുന്നു? 3^x/2 ഹോൾ സ്ക്വയർ മൈനസ് 3². ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 3^x/2 മൈനസ് 3 divided by 3^x/2 minus 3 into 3^x/2 plus 3. ഓക്കെ, എക്സ് 2 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 0. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ 0 വരുന്നുണ്ട്. എക്സ് 2 ആവുന്നില്ലല്ലോ, കണ്ടിന്യൂസ് അല്ലല്ലോ, ജസ്റ്റ് വെട്ടി കളയാം. സോ 1 divided by 3^x/2 plus 3. സോ ഫൈനൽ ആൻസർ വിൽ ബി ഈക്വൽ ടു എന്താണ്? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ആയി കഴിഞ്ഞാൽ എന്താ? ഇത് ജസ്റ്റ് ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. സോ 2/2 അഥവാ 3^1 plus 3 1/6. ഓക്കെ, 1/6 അത് പോകും. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x മൈനസ് 1 പ്ലസ് x ഡിവൈഡ് ബൈ x². x 0 ആവുന്ന സമയത്ത് e⁻0 1 1 മൈനസ് 1 പ്ലസ് 0 1 മൈനസ് 1 0 0 ഡിവൈഡ് ബൈ 0². 0/0 ഫോർമാറ്റ് ആണ്. ലോപിറ്റർ റൂൾ അപ്ലൈ ചെയ്യണോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അപ്ലൈ ചെയ്യണോ? ലോപിറ്റർ റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. e⁻x ഉം x² ഒക്കെ ഇല്ലേ, ലോപിറ്റർ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 0 എന്തായിരിക്കും? e⁻x ഡെറിവേറ്റീവ് e⁻x മൈനസ് 1 ഡെറിവേറ്റീവ് 0 ആണ്. ഈ മൈനസ് x ഡെറിവേറ്റീവ് -1. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ e⁻x -1 മൈനസ് x എന്നല്ലേ. സോ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് e⁻x ഇവിടെ ഇതിൻ്റെ e⁻x പിന്നെ ശരിക്കും ആക്ച്വലി ഇവിടെ 0 എന്നാണ്, 0 -1. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രത്യേകം എഴുതാഞ്ഞത് ഡിവൈഡർ ബൈ 2x. ഓക്കെ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x -1 ഡിവൈഡർ ബൈ 2x. ഓക്കെ, എങ്ങനെ വരും? സോ ഈ 2 എന്നുള്ള വെളിയിലേക്ക് എടുത്തൂടെ? 1/2 ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x -1 ഡിവൈഡ് ബൈ x. എന്താണെന്ന് പഠിച്ചത്? ദിസ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 1 അല്ലേ. ഈ ഒരു ലിമിറ്റ് എന്താണെന്ന് പഠിച്ചത്? ഈ ലിമിറ്റ് 1 ആണ്. സോ 1/2 ഇൻറ്റു 1. ഓക്കെ, സോ 1/2 ഇസ് ദി റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇവിടെ e⁻x മൈനസ് b⁻x ഡിവൈഡ് ബൈ x എന്നുള്ളതാണ് ഫംഗ്ഷൻ. x is equal to 0 വരുന്ന സമയത്ത് a⁻0 1 മൈനസ് b⁻0 1 1 മൈനസ് 1 ഡിവൈഡ് ബൈ 0 അഥവാ 0/0 ലോപിറ്റർ റൂൾ അപ്ലൈ ചെയ്യാം. സോ ലോപിറ്റർ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് 0 e⁻x ഡെറിവേറ്റീവ് എന്താണ്? e⁻x ഇൻറ്റു ലോഗ് എ. ഓക്കെ, അഥവാ നാച്ചുറൽ ലോഗരിതം ഓഫ് എ അല്ലെങ്കിൽ ലോഗ് ഓഫ് എ. ഓക്കെ, സോ ലിമിറ്റ് x ടെൻസ് ടു 0 ഡെറിവേറ്റീവ് ഓഫ് a⁻x ലോഗ് എ മൈനസ് b⁻x ലോഗ് ബി ഡിവൈഡർ ബൈ 1. ഇനി x ടെൻസ് 0 വരുന്ന സമയത്ത് a⁻0 എന്താണ്? 1 ആണ്. സോ a⁻0 ലോഗ് എ മൈനസ് b⁻0 ലോഗ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി അഥവാ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി. ഓക്കെ, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ഇൻറ്റു ബി. ഓക്കെ, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ബി ആകും. ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ബൈ ബി ആകും. ഓക്കെ, ദിസ് ഇസ് ലോഗ് എ ബൈ ബി. ഓക്കെ, ഇപ്പോൾ ലോഗ് എ ഡിവൈഡ് ബൈ ലോഗ് ബി ആണോന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. സോ ലോഗ് എ ബൈ ബി ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ഇതൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്തിട്ട് വേറെ രീതിയിൽ കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതി ചെയ്യണമെന്നില്ല, ഇത് വളരെ സിമ്പിളായിട്ടൊരു സ്റ്റെപ്പ് തന്നെയായിരുന്നു അല്ലേ. ആ ഒരു ഡെറിവേറ്റീവ് കാണാൻ അറിഞ്ഞാൽ മാത്രം മതി. സപ്പോസ് നമുക്ക് അതറിയില്ല, വേറൊരു കാര്യം അറിയാമെന്ന് കരുതുക. ഉദ്ദേശിക്കുന്നത് വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ടാണ്, നമ്മൾ പഠിച്ചൊരു റിസൾട്ടായിരുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to x minus 1 divided by x എന്നുള്ളത് എന്താണ് 1. സോ ഇക്ക് പകരമായിട്ട് a വന്നിരുന്നെങ്കിലോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to x minus 1 divided by x ആയിരുന്നെങ്കിലോ, അപ്പോൾ എന്താണ് പറ്റുക? സെയിം തന്നെ x is equal to 0 എടുത്ത് കഴിഞ്ഞാൽ a raised to 0 1 minus 1 divided by 0 0/0 ഫോർമാറ്റ് ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. a raised to x ഡെറിവേറ്റീവ് എന്താണ്? a raised to x log a minus 0 divided by 1. ഓക്കെ, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. സോ എക്സ്റ്റെൻസ് ടു 0 എന്ന സമയത്ത് a raised to 0 എന്താണ്? 1 ആണ്. log a minus 0 divided by 1 which is equal to നിന്ന് കിട്ടും log a എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് കൂടി നമുക്ക് പഠിക്കാം. സോ a raised to x നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് a raised to x minus 1 എന്നുള്ള ഫോർമാറ്റിൽ വേണം. സോ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ എഴുതുന്നു? ലിമിറ്റ് എക്സ്റ്റെൻസ് നേരത്തെ ലോപിറ്റൽ ചെയ്താണ് എളുപ്പം, ജസ്റ്റ് ഇതുകൂടി ഒന്ന് കാണിച്ചിരുന്നതാണ്. a raised to x ഞാൻ -1 ചെയ്യുന്നു. ഓക്കെ, -1 ചെയ്യുന്നു. എന്തിനു ചെയ്യുന്നു? വെറുതെ ചെയ്യുന്നു. മൈനസ് b raised to x -1 ചെയ്യുന്നു, സോറി +1 ചെയ്യുന്നു. സോ ഞാൻ -1 +1, അതായത് -1 +1 ചേരുന്ന സമയത്ത് എന്താണ്? 0 ആണ്. അപ്പോൾ ജസ്റ്റ് 0 ആഡ് ചെയ്തുപോലെ ഡിവൈഡഡ് ബൈ x ദിസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a raised to x -1 മൈനസ് b raised to x -1 എഴുതി കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ +1 ആവും. ഡിവൈഡർ ബൈ സെപ്പറേറ്റ് എഴുതുന്നു. സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൂടെ ഫ്രാക്ഷൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഇത് സെപ്പറേറ്റ് ലിമിറ്റ് ആക്കി കൂടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a raised to x -1 divided by x മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 b raised to x -1 divided by x. അപ്പോൾ ഓരോന്നും എന്താണ്? ദിസ് ഈക്വൽ ടു log a മൈനസ് log b which is equal to log a by b. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e raised to x മൈനസ് e raised to bx divided by x. എന്താണ്? x 0 ആവുന്ന സമയത്ത് e raised to 0 മൈനസ് e raised to 0 അഥവാ 1 - 1 അഥവാ 0 ഡിവൈഡഡ് ബൈ 0 ഫോർമാറ്റ് ആണ്. ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്താണ്? e raised to x അല്ല, e raised to x ആണ്. e raised to x into a. ഓക്കെ, d by dx of e raised to x ആണെങ്കിൽ e raised to x ആണ്. പക്ഷെ d by dx of e raised to x ആണെങ്കിൽ e raised to x into x ഡെറിവേറ്റീവ് ആയിട്ടുള്ള a. ഓക്കെ, സോ a into e raised to x. സോ ഇവിടെ ഒരു a കൂടി ഉണ്ടാവും. മൈനസ് e raised to bx into b ഡിവൈഡഡ് ബൈ 1. ഇനി x 0 ആയി കഴിഞ്ഞാൽ e raised to 0 into a മൈനസ് e raised to 0 into b which is equal to a minus b. Option A is the right answer.